കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഫ്ലക്സ് യുദ്ധവും ചർച്ചകളും തുടരുന്നതിനിടെ പോര് പ്രവാസി സംഘടനകളിലേക്കും വ്യാപിക്കുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി യുഎയിലെ ഒരു വിഭാഗം ഇൻകാസ് പ്രവർത്തകർ രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ നൂലിൽ കെട്ടിയിറക്കിയാൽ അംഗീകരിക്കാനാകില്ലെന്ന് പ്രവർത്തകർ ദുബായിൽ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പോര് പ്രവാസി സംഘടനകളിലേക്കും വ്യാപിക്കുകയാണ്. കോൺഗ്രസ് അനുകൂല പ്രവാസി സംഘടനയായ ഇൻകാസിലെ ഒരു വിഭാഗം പ്രവർത്തകർ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി പ്രത്യേക യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച ജനപ്രീതിയുള്ള നേതാവ് തന്നെ ഭരണതലപ്പത്ത് വരണമെന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് നൂലിൽ കെട്ടിയിറക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഇവരുടെ നിലപാട്. ഇൻകാസ് യുഎഇ വർക്കിംഗ് പ്രസിഡന്റ് നദീർ കാപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ദുബൈയിൽ ഇൻകാസ് പ്രവർത്തകരുടെ യോഗം. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുമെന്നും അത്തരം സാഹചര്യങ്ങളിൽ വിജയമുറപ്പിക്കാനാവില്ലെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പാർട്ടിക്ക് വിധേയമായിട്ട് പ്രവാസ ലോകത്തുനിന്നും നാട്ടിലും പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് ഞങ്ങൾ. ശ്രീ വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നടത്തിയ പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിലും പൊതുജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിലും പുറത്തും അകത്തും നടത്തിയ പോരാട്ടങ്ങൾക്കും ആ ഒരു നിലപാടിനും ആ ഒരു ഉറച്ച നിലപാടിനും കൂടി ഈട്ടാണ് ഈ വിജയം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരവസരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് നൽകണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കും ഇമെയിൽ അയച്ചു. ഇൻകാസ് നേതാക്കളായ രാജി നായർ, സാദിഖ് അലി, ബാബുരാജ്, മുനീർ കുമ്പള, നാസർ, ഷാജി കാസിം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം സംഭവവുമായി ഇൻകാസിന് ബന്ധമില്ലെന്ന് ഇൻകാസ് ദുബൈ പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂരും ജനറൽ സെക്രട്ടറി ഷൈജു അമ്മാനപ്പാറയും അറിയിച്ചു. മീഡിയ 1 ദുബൈ.